ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മരുവിൻ്റെയും വരും ദിവസത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഇന്ന് എന്തായാലും വിശേഷങ്ങളില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നാളത്തെ അല്ലെങ്കിൽ വരും ആഴ്ചയിലെ വിശേഷമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചയിലെ വിശേഷം എന്ന് പറയുന്ന ത്രില്ലിംഗ് കഥ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ബാലചന്ദ്രൻ്റെ ചില മാസ് പ്രകടനങ്ങൾ അലീനയെ സംരക്ഷിക്കുവാൻ വേണ്ടി അലീനയ്ക്ക് വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥാനങ്ങൾ കൊടുക്കുന്ന ചില ഒരു സൗഭാഗ്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്ന ആഴ്ച കാണാൻ കഴിയുന്നത്. കാരണം ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിക്ക് ഇതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ലാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ അലീന വരികയാണ്. അതിൽ മനസ്സ് നിറഞ്ഞ് കരയുന്ന ചില സന്തോഷം കൊണ്ട് കരയുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് അലീനയുടെ ജീവിതത്തിൽ. കാരണം ഇതുവരെയും താൻ അനാഥയായിരുന്നു, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിക്ക് ഒരു വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ തനിക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് കിട്ടുന്ന ദിവസമൊക്കെ ആട്ടോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട്. ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിക്ക് ഇതിൽ കൂടുതൽ സൗഭാഗ്യങ്ങളൊന്നും ലഭിക്കുവാനില്ല എന്ന് മനസ്സിലാക്കുന്ന ചില നിമിഷവും അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ അലീനയ്ക്ക് ഒരുപാട് സ്ഥാനങ്ങൾ ബാലചന്ദ്രൻ വാരിക്കോരി കൊടുക്കുക കേട്ടോ. സ്നേഹത്തോടു കൂടി വാരിക്കോരി കൊടുക്കുക. എന്നാൽ മറുഭാഗത്ത് ഒരു പകയുടെ ഒരനുഭവം ഉണ്ട്. അലീനയോടല്ല, തൻ്റെ ഭാര്യയായ വൈജയന്തിയോട് ചില പകയുടെ ചില പ്രകടനങ്ങളൊക്കെ നമുക്ക് കാണാം. എന്നാലും അലീനനെ പൂർണ്ണമായി സ്നേഹിച്ച് ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അനാഥാലയത്തിൽ വളർന്നൊരു പെൺകുട്ടിക്ക് കിട്ടുവാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടൊരു സ്ഥാനം കൊടുക്കുകയാണ്. എന്താണ് തനിക്ക് അലീനയ്ക്ക് ഒരു അച്ഛനെ തിരിച്ചു കൊടുക്കുന്ന ചില നിമിഷങ്ങളും അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കുകയാണ്. എങ്ങനെയാണ് ബാലചന്ദ്രൻ തൻ്റെ സ്വന്തം ജീവിതം മാറ്റിവെക്കുകയാണ് അലീനയ്ക്ക് വേണ്ടി. തന്നെ ഒരു മോളായിട്ട് അംഗീകരിക്കുവാൻ ബാലചന്ദ്രൻ തീരുമാനിക്കുക കേട്ടോ. അതിന് ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം അലീനയെ പുറത്താക്കുവാൻ വൈജയന്തി പുതിയ അതിഥിയെ എത്തിച്ചിരിക്കുകയാണ്, പുതിയ വേലക്കാരി എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ അലീനയോട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് ഒരു സ്ട്രിക്റ്റ് ഓർഡർ കൊടുക്കുന്നത് അലീന സന്തോഷത്തോടു കൂടിയാണെങ്കിൽ സങ്കടത്തോടു കൂടി അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുൻപിൽ നിന്ന് അനുവാദം മേടിച്ച് പോകുവാനുള്ള തയ്യാറെടുപ്പിൽ ബാലചന്ദ്രൻ പറയാണ്, നീ എൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, മാത്രവുമല്ല ഇനി മുതൽ നിനക്ക് വേറൊരു സ്ഥാനവും ഞാൻ തരികയാണ് എന്ന് പറയുകയാണ്. അപ്പം പെട്ടെന്ന് അലീന ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ പറയും, നീ അനാഥാലയത്തിൽ വളർന്ന നിന്റെ അച്ഛനും അമ്മയും ആരെന്ന് നിനക്കറിയില്ലല്ലോ. പക്ഷേങ്കിൽ ബാലചന്ദ്രൻ അറിയാം തൻ്റെ അമ്മ ആരാണ് എന്നറിയാം. പക്ഷേങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ അലീന ചോദിക്കുകയാണ്, നിനക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനം ഞാൻ നൽകാൻ പോവുകയാണ്, നീ എൻ്റെ ഒരു മോളായിട്ട് നീ ഇനി ഈ കുടുംബത്തിലുണ്ടായിരിക്കണം എന്ന് പറയുകയാണ്. അപ്പം നിനക്കെന്നെ അച്ഛ എന്ന് വിളിച്ചുകൂടെ, നിൻ്റെ അച്ഛനെ പോലെ നിനക്കെന്നെ കണ്ടുകൂടെ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, എനിക്കതിന് അർഹതയില്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം രക്തമല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിനെല്ലാം ഉത്തരമായിട്ട് ബാലചന്ദ്രൻ പറയാണ്, ഇനി മുതൽ നീ ഒന്നും പറയണ്ട, നീ എൻ്റെ മോളാണ്, നീ എന്നെ അച്ഛ എന്ന് വിളിച്ചാൽ മതി, ഈ സാറേ എന്നുള്ള വിളി നിർത്തണമെന്ന് പറയുകയും അപ്പോൾ അലീന എന്ന് ചെറിയ തോതിൽ എതിർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അലീനയെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ്റെ ഒരു സ്നേഹം തുളുമ്പുന്ന, ഒരു അച്ഛൻ്റെ സ്നേഹം തുളുമ്പുന്ന ഒരു പ്രകടനമൊക്കെ നമുക്ക് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാം. എന്തായാലും അലീനയ്ക്ക് ഇപ്പോൾ അച്ഛനുമായി അമ്മയുമായി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ കർമ്മം കൊണ്ട് അച്ഛനായി ഇനി തുടരുമ്പോൾ തൻ്റെ പെറ്റമ്മ തൻ്റെ മുൻപിൽ തന്നെ തനിക്ക് എതിരായി നിൽക്കുന്ന ചില സാഹചര്യം അലീനയെ വളരെയേറെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിനൊടുവിൽ വൈജയന്തി ഇതെല്ലാം അറിഞ്ഞ ശേഷം തനിക്കിവിടെ യാതൊരു സ്ഥാനവുമില്ല, അലീനയെ കൂടുതലായിട്ട് ബാലചന്ദ്രനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അത് ഒരു അഭിഹിത ബന്ധമാണ് എന്ന് കരുതി നമ്മുടെ വൈജയന്തി വീട് വിട്ട് ഇറങ്ങുവാൻ തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും തന്നെ എതിർക്കുമ്പോൾ വൈജയന്തി വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു ഭാഗം. ഇതിനിടയിൽ നമ്മുടെ അലീന മുത്തശ്ശിയോട് നൈസായിട്ട് വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മുത്തശ്ശി സത്യം വെളിപ്പെടുത്തുകയാണ്. വൈജയന്തി തൻ്റെ മകനായ ഗംഗാധരനോടൊപ്പം ആയിരുന്നു കുറച്ചു കാലം ആഗ്രയിൽ. ആ സമയത്ത് ഒരു പട്ടാളക്കാരനുമായിട്ട് തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും അങ്ങനെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയും തൊടാതെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനാണെന്നും അങ്ങനെ അവിടെ വെച്ചാണ് ആഗ്രയിൽ വെച്ചാണ് തനിക്ക് പട്ടാളക്കാരനിൽ ജനിച്ചതാണ് താനെന്നും അലീന ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണുന്ന നമ്മുടെ വൈജയന്തി വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒടുവിൽ എങ്ങും എത്തുവാൻ കഴിയാതെ അല്ലെങ്കിൽ എവിടെ ചെന്ന് ജീവിക്കണമെന്നറിയാതെ പെട്ടു നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ആഴ്ചയിലെ പ്രമുഖ വിശേഷമാണ്. ഓരോ ദിവസവും വിശേഷങ്ങളുമായി വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.